അതോടൊപ്പം ഇതിന്റെ മറ്റ് തുടർ നടപടികൾ, അതിന്റെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ കൂടി നടത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മീഷണർ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 5 ദിവസം മുമ്പാണ് ഈ ഹോട്ടൽ ഉടമകളും അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്നലെ 70 പേർ ആശുപത്രിയിലാവുന്നത്. ഈ പരിശോധനകൾ ഈ നിരന്തരം നടക്കുന്നുണ്ടോ? ഈ അതിന്റെ എണ്ണം, പരിശോധനാ കണക്കുകളുടെ അത് കൂട്ടേണ്ടതില്ലേ? നമ്മളിതിനെ കാണേണ്ടത് ഇവിടെ തുടർന്നു പോരുന്ന ഒരു സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നത്. ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതിലാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളായിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ തുടർന്നു പോരുന്ന ഒരു സംവിധാനത്തിൽ ഈ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോ കാണേണ്ടത്, ഈ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ദിവസവും നടത്തുന്ന പരിശോധനകളിൽ കുറെ സ്ഥാപനങ്ങൾ പൂട്ടുന്നുണ്ട്, കുറെ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് മന്ത്രി വിരൽ ചൂണ്ടുന്നത്. മാത്രവുമല്ല, പറവൂരിൽ പ്രശ്നം ഉണ്ടാക്കിയ ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതും മന്ത്രി പറയുന്നു.